പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഹോം ലോൺ പദ്ധതിയെ പറ്റിയിട്ടാണ്. അതിൻ്റെ പേര് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ആശീർവാദ് പദ്ധതി, അതായത് SIB ആശീർവാദ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. അതായത് നിങ്ങൾ കുറഞ്ഞ വരുമാനമുള്ള ആളുകളാണെങ്കിൽ, കുറഞ്ഞ വരുമാനം എന്ന് ഉദ്ദേശിക്കുന്നത് വാർഷിക വരുമാനം 4.8 ലക്ഷം രൂപയും മാസ വരുമാനം 20,000 രൂപ വരെയുമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ലോണിൻ്റെ സ്കീം, അതായത് ഹോം ലോണിൻ്റെ സ്കീമാണ് SIB ആശീർവാദ്. അതായത് നമ്മളിപ്പോൾ ബാങ്കുകളിൽ നോർമൽ ഹോം ലോൺസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മിക്ക ബാങ്കുകളിലും പ്രശ്നം എന്ന് പറഞ്ഞാണെങ്കിൽ ഈ ഒരു വരുമാന പരിധി വളരെ വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വരുമാന പരിധി ഉള്ളവർക്ക് മാത്രമായിരിക്കും ബാങ്കുകൾ ലോൺ കൊടുക്കുക. അപ്പോൾ താഴ്ന്ന വരുമാനമുള്ളവർക്ക് കൂടി ഹോം ലോണിന് കിട്ടുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണിത്. അപ്പോൾ ഇതിൽ 20,000 രൂപ മാസ വരുമാനമുള്ള ആളുകൾക്കും ഹോം ലോൺ അപ്ലൈ ചെയ്യുകയും അത് അവർ അപ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പലിശ നിരക്ക് വരുന്നത് 10%. ഇതിൻ്റെ ഡ്യൂറേഷൻ, അതായത് ഏകദേശം 25 വർഷം വരെ നിങ്ങൾക്ക് ഈ ലോൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതിൽ നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏകദേശം നമുക്കൊരു EMI കാൽക്കുലേറ്റർ പെട്ടെന്ന് നോക്കാം. ഒരു 20 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുക്കാൻ നിൽക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ 10% ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. ഇതിന് നമ്മളൊരു 25 വർഷത്തേക്ക് നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ EMI അടക്കേണ്ടി വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് EMI അങ്ങനത്തെ കേസിൽ അടയ്ക്കേണ്ടത് 18,000 രൂപയാണ് നിങ്ങൾക്ക് EMI അടക്കേണ്ടി വരിക. അപ്പോൾ ഈ ഒരു എമൗണ്ട് നിങ്ങൾ വാല്യൂ ചെയ്യുക. ഇപ്പോൾ ലോൺ എമൗണ്ട് ഇത്രയും എമൗണ്ട് 20 ലക്ഷമാണ്. അപ്പോൾ അത് കുറഞ്ഞ എമൗണ്ടിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ 10 ലക്ഷം മതി എന്നൊക്കെ, 10 ലക്ഷം മതി എങ്കിൽ നിങ്ങൾക്ക് വെറും 9,000 രൂപ അടുത്ത് നിങ്ങൾക്ക് EMI അടച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇത് വളരെ നല്ലൊരു സ്കീമാണ്. അപ്പോൾ സ്കീമിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ആ ഒരു വരുമാന പരിധിയാണ്. പിന്നെ ഈ ഹോം ലോൺ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിലൊന്നും യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ സബ്മിറ്റ് ചെയ്യേണ്ടത് ആ ഡോക്യുമെന്റ്സ് ഇപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു സ്കീമിൽ അവർ പറയുന്നുണ്ട് വേറെ പ്രോസസ്സിംഗ് ഫീയോ അപ്ഫ്രണ്ട് ചാർജസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കീമിനെ പറ്റിയിട്ട് ബാങ്കായിട്ട് സംസാരിച്ചിട്ട് ഇതിൽ ലോൺ എടുക്കാൻ പറ്റുമെന്ന് നോക്കുക. പലിശ നിരക്ക് 10%. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മറ്റുള്ള ബാങ്കുകളിൽ ഇപ്പോൾ ഹോം ലോൺസിനൊക്കെ HDFCയിലും ആക്സിസ് ബാങ്കിലൊക്കെ നോക്കുമ്പോൾ അവിടെ മിക്ക ബാങ്കുകളും 8.5 ആ ഒരു റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ നല്ല സിബിൽ സ്കോർ ഉള്ള ആളാണെങ്കിൽ സിബിൽ സ്കോർ അനുസരിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലോ ഇൻട്രസ്റ്റ് റേറ്റിന് നിങ്ങൾക്ക് ആ ബാങ്കായിട്ട് സംസാരിച്ച് ലോ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു പദ്ധതിയാണ്. കാരണം ഒരുപാട് ആളുകളുടെ ഹോം ലോൺ റിജക്റ്റ് ആവുന്നത് അവരുടെ വരുമാന പരിധിയിലുള്ള ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ്. ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പർ ആയാലും ആ ഒരു മാസ വരുമാന പരിധി കുറവാണെന്ന രീതിയിൽ ഒരുപാട് പേര് റിജക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു ആശ്വാസം, സാധാരണക്കാരനായ ഒരു നോർമൽ ഇൻകം ഉള്ള ആളുകൾക്കും മാസ വരുമാനമുള്ള ആളുകൾക്കും ഹോം ലോൺ എടുക്കാൻ പറ്റുമെന്ന് എടുക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ നിങ്ങൾ ബാങ്കായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.